വെറും 110 രൂപ 2 മാസത്തേക്ക് കറണ്ട് ബില്ല് വരുന്ന ഒരു വീട്. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 2 മാസത്തേക്ക് വെറും 110 രൂപ. ഇപ്പൊ 30 രൂപയാണ് ഈ ഒരു ബില്ലിനകത്ത് നിങ്ങൾ കാണുന്നത്. 80 രൂപ പഴയ അഡ്വാൻസ് കിടന്നതുകൊണ്ട് അത് കട്ടായതിന് ശേഷം 30 രൂപ ബില്ല് അടച്ചിരിക്കുന്നു. അപ്പൊ ഈ ഒരു സിസ്റ്റം ഇതൊരു ഓഫ് ഗ്രിഡ് സിസ്റ്റമാണ് ഈ ഒരു വീട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പൊ ലിഥിയം ബാറ്ററി ഒക്കെയാണ് ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സിസ്റ്റത്തെ കുറിച്ച് അറിയാനായിട്ട് ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ടും കണ്ടോളൂ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് യൂറ്റിഎൽ സോളാർ ഗാമ പ്ലസിന്റെ 3400 എന്ന് പറയുന്ന ആ ഒരു മോഡലാണ്. 3000 വി ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇതിനകത്ത് ഇൻബിൽട്ട് MPPT ഉള്ളതാണ്. ഇതോടൊപ്പം നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 6 ലിഥിയം ബാറ്ററിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതും 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ള ഒരു ലിഥിയം ബാറ്ററിയാണ് നമ്മൾ ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ പല വീഡിയോകളും ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതുപോലെ തന്നെ 100 AH കപ്പാസിറ്റി ഉള്ളതും 200 AH കപ്പാസിറ്റി ഉള്ള 6 ബാറ്ററികൾ ഇന്ന് ലഭ്യമാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ 200 AH ബാറ്ററിയാണ്. അപ്പൊ ഈ ഒരു ബാറ്ററിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 25.6 വോൾട്ടിൽ 200 AH ആണ് ഇതിന്റെ കപ്പാസിറ്റി. 5 യൂണിറ്റ് ആണ് നമുക്ക് ഇതിന്റെ സ്റ്റോറേജ് വരുന്നത്. അപ്പൊ ഈ ഒരു ബാറ്ററി വെച്ചിട്ടാണ് നമ്മളുടെ ഈ ഒരു കറണ്ട് ബില്ല് വെറും 110 രൂപ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആണ്. അതുപോലെ ബ്ലൂടൂത്ത് വഴി നമുക്ക് മൊബൈൽ കാണുവാനായിട്ട് സാധിക്കും. ഇതിന്റെ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് മൊബൈൽ വഴി നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ MPPTയിൽ നമുക്ക് അത്യാവശ്യം ഡിസ്പ്ലേയിൽ കാര്യങ്ങളും ഒക്കെ കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു ബാറ്ററിക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 5 വർഷം വാറണ്ടിയാണ് ഈ ഒരു ബാറ്ററിക്ക് വരുന്നത്. അപ്പൊ നമ്മുടെ സോളാറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ, അതുപോലെ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുത്തിട്ടാണ് നമ്മുടെ ബാറ്ററികൾ ചാർജ് ചെയ്യുന്നത്. അതേസമയം നമുക്ക് ലിഥിയം ബാറ്ററിയുടെ പാക്ക് ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ആവുകയും സ്ലോ ആയിട്ടുള്ള ഡിസ്ചാർജിങ് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ ഒരു ലിഥിയം ബാറ്ററിയിൽ ഉണ്ടാവുക. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ചാർജ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ലതാണ്. കാരണം രാവിലെ നേരം വെളുത്ത് നമുക്ക് വെയിലൊക്കെ വരുന്ന സമയം ഒരു 8, 9 മണി അല്ലെ 10 മണിക്കകത്ത് വെച്ച് തന്നെ നമ്മുടെ ബാറ്ററികൾ വളരെ ഫുള്ളാവും, പെട്ടെന്ന് തന്നെ ഫുള്ളാവും. അതുപോലെ തന്നെ സ്ലോലി ആയിരിക്കും ഡിസ്ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്ക് ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് കൊണ്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു 200 AH ഈ ഒരു പാക്ക് 5 യൂണിറ്റ് സ്റ്റോറേജ് ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു റെഫ്രിജറേറ്റർ ഒക്കെ രാത്രിയിൽ നമുക്ക് ഓടിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. വീട്ടിലെ ഉപയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ 24 അവേഴ്സ് വളരെ ഈസി ആയിട്ട് തന്നെ നടക്കും. അപ്പൊ ഈ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഉപയോഗിച്ചിട്ട്, അതായത് 24 മണിക്കൂറും ഈ ഒരു സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഈ ഒരു കറണ്ട് ബില്ലിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചു. അതായത് ഒരു 55 രൂപ ഒരു മാസത്തേക്ക് കറണ്ട് ബില്ല് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. 110 രൂപയാണ് ഈ ഒരു കറണ്ട് ബില്ല്. KSEB ഓഫ് ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റത്തിലാണ് അവർ 24 അവേഴ്സും അവരുടെ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. പകല് ഇൻഡക്ഷൻ കുക്കർ വെച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്താണ്. അതുപോലെ വാട്ടർ പമ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്നുണ്ട്, ഫ്രിഡ്ജ്, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു സിസ്റ്റത്തിനകത്ത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിന്റെ വീഡിയോകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ലെഡ് ആസിഡ് ബാറ്ററിയിലാണ് നമ്മൾ കണക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോ നമ്മളെന്ന് പറഞ്ഞാൽ 200 AH 6 ബാറ്ററിയിൽ, ലിഥിയം ബാറ്ററിയിലാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള സിസ്റ്റം ആണ്. ഇതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ 550 വാട്ട്സിന്റെ വി ഗാർഡിന്റെ പാനൽസ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് 4 പാനൽ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് അത്യാവശ്യം ഇതിനകത്ത് ഒരു ഊർജ്ജം നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ പകലുള്ള ഉപയോഗങ്ങളും നടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു രീതിയാണ്. ഇതിപ്പോ ഫ്രഷ് ആയിട്ടുള്ള ഒരു യൂണിറ്റ് നമ്മൾ ചാലു ആക്കിയപ്പോൾ നമുക്ക് ആ ഒരു കിട്ടുന്ന റീഡിങ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഡിസ്പ്ലേ കാണിക്കുന്നത്. പക്ഷെ ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചതിന് ശേഷം, ഒരു മാസത്തിനുള്ളിൽ ഉപയോഗിച്ചതിന് ശേഷം നല്ലൊരു പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ആ ഒരു ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് ആ കറണ്ട് ബില്ലിനകത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ല ഒരു വീടിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മുടെ വീട്ടിൽ കറണ്ട് ഇല്ലെങ്കിൽ, ഇലക്ട്രിസിറ്റി ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരു കാര്യത്തിന് മുടക്കം വരാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഒരു 3 kVയുടെ ഒരു സിസ്റ്റം ആയതുകൊണ്ട് 2400 വാട്ട്സ് ആണ് നമുക്ക് ലോഡും ഉപയോഗിക്കാനായിട്ട് ഒക്കുന്നത്. അത്യാവശ്യം നമ്മൾ ഒരു കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഹെവി ആയിട്ടുള്ള അല്ലാത്ത ലോഡുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പൊ ഇതിനകത്ത് നമുക്ക് എത്ര പെർസെന്റേജ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ കമ്പനിയുടെ ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ ലിഥിയം ബാറ്ററിയുടെ സെറ്റിംഗ്സ് വരുമ്പോൾ 18 ആംപിയർ ആണ് ഇതിനകത്ത് ചാർജിങ് വരുന്നത്. നമുക്ക് 40 ആംപിയർ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പാരാമീറ്റർ മാറ്റിയിട്ട് ബൂസ്റ്റ് ചെയ്ത് മാറ്റുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ 35 ആംപിയേഴ്സിലാണ് ഇത് ഒന്ന് കണക്ട് ചെയ്തിരിക്കുന്നത്. കാരണം 200 AH ബാറ്ററിയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 40 ആംസിലൊക്കെ ഇത് ചാർജ് ചെയ്യുന്നുണ്ട്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ബാറ്ററി എത്ര ശതമാനത്തിലാണ്, അതുപോലെ തന്നെ എത്ര ആംപിയറിലാണ്, എത്ര വോൾട്ടേജ് ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ബ്ലൂടൂത്ത് കമ്മ്യൂണിക്കേഷൻസ് വഴി നമുക്ക് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും.
നമ്മുടെ സിസ്റ്റത്തിലും ഓൾറെഡി നമുക്ക് എത്ര വോൾട്ടേജ് ആണ്, എത്ര ആംപിയർ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്പ്ലേയിൽ മോണിറ്റർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു മൊബൈൽ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സിസ്റ്റം, അതായത് ഈ ഒരു ബാറ്ററിയുടെ ഡീറ്റെയിൽസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പൊ ഈ മൊബൈലിൽ കാണുന്നതൊക്കെ നമുക്ക് 2 ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പൊ ആ 2 ആപ്ലിക്കേഷനകത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഇതുപോലെ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ സെല്ല് ബൈ സെല്ലായിട്ടുള്ള വോൾട്ടേജ് കാണും. അതുപോലെ തന്നെ ആംപിയർ, അതുപോലെ തന്നെ ഇത് എത്ര മണിക്കൂർ വേണം ഈ ഒരു ബാറ്ററി ഫുൾ ആവാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണിക്കും. ഇത് ഫ്രഷ് ആയിട്ട് ആയതുകൊണ്ട് 8 മണിക്കൂറൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ 8 മണിക്കൂർ വേണ്ട. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ആംപിയർ കൂടുതലായിട്ട് വരുന്നതനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇത് ചാർജ് ആവും. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ ഒരു ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള പ്രത്യേകതകൾ. അപ്പൊ ഈ ഒരു ബാറ്ററിയും ഈ ഒരു സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അത്യാവശ്യം ഒരു വീടിനുള്ള എല്ലാ ഉപകരണങ്ങളും, അതായത് AC വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പകലൊക്കെ ഉപയോഗിക്കാം. പക്ഷെ 3000 വാട്ട്സ് പാനൽ നമുക്ക് കപ്പാസിറ്റി ഈ ഒരു സിസ്റ്റം താങ്ങുന്നതുകൊണ്ട് അത്യാവശ്യം ഫുൾ കവറേജ് പാനൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ AC-കളൊക്കെ പകൽ വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഈ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കൊരു 1 ടൺ AC ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. പിന്നെ രാത്രിയിൽ നമുക്ക് ഒരു ഫ്രിഡ്ജും മറ്റ് ലൈറ്റും ഫാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചാലും നമ്മുടെ ഈ 5 യൂണിറ്റ് സ്റ്റോറേജ് കൊണ്ട് നിൽക്കും. AC ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ടൺ നമുക്ക് രാത്രി മൊത്തം നമുക്ക് ഓടിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം 5 യൂണിറ്റ് കൊണ്ട് നമ്മുടെ AC നമുക്ക് ഉപയോഗിച്ച് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം ജസ്റ്റ് കുറച്ചു നേരമൊക്കെ റൺ ചെയ്തിട്ട് ഓഫ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെയുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാറ്ററി കൊണ്ടും നമുക്ക് ഒക്കും. കാരണം 5 യൂണിറ്റിൽ നമുക്ക് ഫുള്ളായിട്ട് 5 യൂണിറ്റ് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. എന്നാലും ഒരു സ്വല്പമൊക്കെ അതിനകത്ത് ബാലൻസ് ഉണ്ടാവും. ഒരു 20% അല്ലെങ്കിൽ 10% ഒക്കെ നമ്മൾ ബാലൻസ് വെച്ചിട്ടാണ് ഈ ഒരു ബാറ്ററി ഉപയോഗിക്കുന്നത്. എന്നാലും നമ്മൾ ലെഡ് ആസിഡ് ബാറ്ററി ഉപയോഗിക്കുന്നതിനെക്കാട്ടി വളരെ നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു ലിഥിയം ബാറ്ററി ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ ആംബിയറിലും കാര്യങ്ങളും, കാരണം ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു ആംബിയറും നമ്മുടെ ബ്ലൂടൂത്ത് വഴി നമ്മുടെ ബാറ്ററിക്ക് കിട്ടുന്ന ആംബിയറും കാര്യങ്ങളും ഒക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ഒരു മോഡലിനകത്ത് ലെഡ് ആസിഡ് ബാറ്ററി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് രണ്ടാമത് കിടക്കുന്ന സ്വിച്ചിനകത്ത് 3 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലിഥിയം ബാറ്ററിയുടെ ഓപ്ഷൻസ് ആ ഗ്രീൻ ലൈറ്റ് കത്തും. മോഡിൽ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണുന്ന പറഞ്ഞാൽ IT മോഡാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്റർനെറ്റ് മോഡ് ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ട്രാൻസ്ഫർ, അതായത് ചേഞ്ച് ആവുന്ന സമയത്ത് വോൾട്ടേജ് കുറയുമ്പോൾ, ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞ് നമ്മൾ KCBയിലോട്ട് മാറുമ്പോഴും അല്ലെങ്കിൽ കറണ്ട് പോകുന്ന സമയത്ത് ബാറ്ററിയിലോട്ട് മാറുന്ന സമയത്തുള്ള ആ ടൈമിങ്ങിന് വേണ്ടിയാണ് നമ്മൾ IT മോഡ് ഓൺ ആക്കുന്നത്. പിന്നെ നമ്മുടെ സെൻട്രൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ ഓൺ ബട്ടൺ ആണ്. ഏറ്റവും അടിയിൽ സെക്കൻഡ് ലാസ്റ്റ് വരുന്നത് നമുക്ക് ബൂസ്റ്റ് ചാർജിങ് ആണ്. അത് KCBന്ന് കറണ്ട് എടുത്ത് ചാർജ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ബൂസ്റ്റ് ചാർജിങ് കിട്ടുകയുള്ളൂ. ഏറ്റവും അടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രിഡ് ചാർജിങ് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ്. ഓഫ് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ ഗ്രീൻ ലൈറ്റ് പ്രകാശിക്ക് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ KCB ചാർജിങ് നമ്മൾ ഓഫ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ മോഡലുകൾക്കും മുകളിൽ, അതായത് ഈ ഒരു ബോക്സിന് മുകളിലായിട്ട് കമ്പനി ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഒരു ഈ സിസ്റ്റത്തിന്റെ എല്ലാ എറർ കോഡുകളും, അതായത് ഡിസ്പ്ലേയിൽ വരുന്ന കളർ കോഡുകൾ, മറ്റു കാര്യങ്ങൾ, ഇതെല്ലാം കമ്പനി വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊക്കെ കംപ്ലൈൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന്റെ ബാക്ക് സൈഡിലെ സീരിയൽ നമ്പർ നമ്മൾ കസ്റ്റമർ കെയറിലേക്ക് അയച്ചു കൊടുത്ത് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അവർ വന്ന് ചെക്ക് ചെയ്യും. അപ്പൊ അങ്ങനെ ഓൺ സൈറ്റ് വാറന്റി ഒക്കെ ഉള്ള സിസ്റ്റം ആയതുകൊണ്ടാണ് ഈ UTL ഗാമ പ്ലസും ഇങ്ങനെയുള്ള UTLന്റെ സോളാറും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ചിരിക്കുന്നത് V-Guardന്റെ 550 വാട്ട്സിന്റെ സോളാർ പാനലാണ്. അപ്പൊ അത്യാവശ്യം പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങളെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കറണ്ട് ബില്ല് കുറയ്ക്കുവാനായിട്ട് ഇതുപോലുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിച്ചാൽ വളരെയധികം കറണ്ട് ബില്ല് കുറയ്ക്കുവാനായിട്ടും, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി KCBയുടെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത സമയത്തും നമുക്ക് നമ്മളുടെ ജോലികളൊന്നും മുടങ്ങാതെ, അതായത് നമ്മുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നല്ല പെർഫോമൻസ് ആയിട്ട് നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്കൽ പരമായിട്ടുള്ള വീഡിയോകളൊക്കെ കാണാനുള്ള എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.